നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് സമാപിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 3 ലക്ഷം പേർ അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സിപിഐഎം ജാഥ സംഘടിപ്പിച്ചത്. ജനുവരി 15-ന് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ മാർച്ച് 140 നിയമസഭാ നിയോജക മണ്ഡലത്തിലും പര്യടനം പൂർത്തിയാക്കിയാണ് ഇന്ന് സമാപിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനം സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എസ് രാമചന്ദ്രപിള്ള, എം.എ. ബേബി, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ 3 ലക്ഷം പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിയുള്ള വൻ റാലിയോടുകൂടിയായിരിക്കും ജാഥ സമാപിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനരോഷം ഇന്നത്തെ സമ്മേളനത്തിലെ ജനപങ്കാളിത്തത്തോടുകൂടി വ്യക്തമാകുമെന്ന് ജാഥ അംഗമായിരുന്ന എ സമ്പത്ത് എം.പി. പറഞ്ഞു. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ചുതി സമൂഹത്തിലും രാഷ്ട്രീയത്തിലും അതിനെതിരായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു വികാരവായ്പ, ഒരു നിശ്ചയദാർഢ്യമെല്ലാം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഈ നവകേരള മാർച്ചിന് നൽകിയ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത ജനങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചതായ അനുഭവം. ONV കുറിപ്പിനോടുള്ള ആദരസൂചകമായി ONV നഗർ എന്നാണ് പൊതുസമ്മേളന നഗരിക്ക് പേരിട്ടിരിക്കുന്നത്. ONVയുടെ മരണത്തെ തുടർന്നാണ് ഇന്നലെ സമാപിക്കേണ്ട ജാഥ ഇന്നത്തേക്ക് മാറ്റിയത്. പിണറായി വിജയനെ കൂടാതെ M.V. ഗോവിന്ദൻ, K.J. തോമസ്, P.K. സൈനബ, M.B. രാജേഷ്, P.K. ബിജു, എ സമ്പത്ത്, K.T. ജലീൽ എന്നിവരായിരുന്നു ജാഥയിലെ സ്ഥിരാംഗങ്ങൾ. ജാഥയുടെ സമാപനത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. സേഫ് സെനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.